ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാമിയാട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പാനിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഉപ്പ് ഇടുക കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി മുളകും കൂടി അരച്ചെടുത്ത പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് പൊട്ടറ്റോ ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ഇടുക, ബീൻസ്, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കുറച്ചൊന്ന് വേകുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഇവിടെ ഐഷ് വന്നിട്ടുണ്ടായിരുന്നു, മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഐഷിനെ കാണിച്ചത് കളിക്കാൻ വേണ്ടി വന്ന കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നെയ്യ് വീണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി മസാല കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമ്മളെ മല്ലിയിലയും കൂടി ഇട്ട് അടച്ചു വെച്ചു. പിന്നെ നമ്മൾ ചോറിൻ്റെ പരിപാടിയാണ്. ചോറിൽ ഒരു പാത്രം വെച്ചു. അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ വെള്ളം ഇട്ടു. പിന്നെ ഈ കാണുന്ന പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ട് അതിലേക്ക് പിന്നെ നാരങ്ങ നീരുകൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് അരി കൂടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ പണിയായ ദമ്മിടൽ. ആദ്യം തന്നെ മസാല അടിയിട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ ചോറിട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ മല്ലിയിലയും ഉള്ളി വഴറ്റി അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെയും മസാല ഇട്ടു, ചോറിട്ടു, പിന്നെയും അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും മല്ലിയിലയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പപ്പടവും അച്ചാറും സാലഡും സോയാബീൻ വറുത്തതും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ മസ്റ്റ് ട്രൈ.